മലപ്പുറം എടപ്പാളിൽ ജ്വല്ലറി കേന്ദ്രീകരിച്ച കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. സംഭവത്തിൽ 2 പേർ പിടിയിൽ. ഐലക്കാട് സ്വദേശി പെരിഞ്ചേരി അബു റഹ്മാൻ, വേങ്ങിനിക്കര സ്വദേശി അബ്ദുൾ ലത്തീഫ് എന്നിവരാണ് അറസ്റ്റിലായത്. എടപ്പാൾ ഭീമ ഗോൾഡ് ജ്വല്ലറി കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത്. ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് സ്വർണവും പണവും ഡിപ്പോസിറ്റായി വാങ്ങിച്ചെടുത്തെന്നാണ് പരാതി. വിവരങ്ങളുമായി ശിവദാസ് കൺവനുമുണ്ട്. ശിവദാസ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മലപ്പുറം ജില്ലയിലെ എടപ്പാളിലെ ഭീമ ഗോൾഡ് ജ്വല്ലറി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നിക്ഷേപക പണം സ്വരൂപിച്ചാണ് ജ്വല്ലറി ഉടമകൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയത്. ഏകദേശം 50 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. നിലവിൽ എടപ്പാൾ സ്വദേശികളായ 2 വ്യക്തികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ 2 വ്യക്തികളുടെ കയ്യിൽ നിന്നും ഏകദേശം 1,03,00,000 രൂപ ഇവർ തട്ടിയെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരാൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. മറ്റ് 2 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റ് 3 പേരെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ വിദേശത്തേക്ക് കടന്നതായും സൂചന ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് കൂടുതൽ നിക്ഷേപകരും ഈ കേസിൽ ഉൾപ്പെട്ടതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചങ്ങരംകുളം പോലീസിൽ മാത്രം 12ഓളം പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം കോടികളുടെ നിക്ഷേപക തുക ഇവർ നൽകിയിട്ടുണ്ട്. ഈ ജ്വല്ലറി ഉടമകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 50 കോടിയോളം രൂപയുടെ നിക്ഷേപക തട്ടിപ്പ് നടന്ന് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഈ പണവും അതോടൊപ്പം തന്നെ സ്വർണവും ഈ ജ്വല്ലറിയിൽ നിക്ഷേപമായി സ്വീകരിച്ച് അതിന്റെ ലാഭവിഹിതം നൽകാം എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടന്നത്. എന്നാൽ ഇവർക്ക് ലാഭവിഹിതം ലഭിച്ചില്ല. മാത്രമല്ല, പിന്നീട് ഈ ജ്വല്ലറി പൂട്ടി ഉടമകൾ മുങ്ങുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഈ നിക്ഷേപകർ ഇത്തരത്തിൽ ഒരു ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയത്. ശിവദാസ് കന്മനമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം എടപ്പാൾ ജ്വല്ലറി കേന്ദ്രീകരിച്ചാണ് ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്.